എന്താണ് കർക്കിടക ചികിത്സ? നമ്മളൊരു കാറ് വാങ്ങിച്ചു കഴിഞ്ഞാൽ കൃത്യമായ ഇടവേളകളിൽ അത് സർവീസ് ചെയ്യാറില്ലേ? അതുപോലെ തന്നെ വർഷത്തിൽ കർക്കിടക മാസത്തിൽ കുറച്ച് ദിവസങ്ങൾ നമ്മളെ ഹെൽത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഒന്ന് റിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് ഈ കർക്കിടക ചികിത്സ എന്ന് പറയുന്നത്. റെഗുലർ ആയിട്ട് സർവീസ് ചെയ്യുന്ന വണ്ടിയും അത് ചെയ്യാത്ത വണ്ടിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് സർവീസ് കിട്ടുന്ന വണ്ടി നന്നായിട്ട് പെർഫോം ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ബോഡി ഒന്ന് റീസെറ്റ് ചെയ്യാൻ എടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ അതിനു വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് കർക്കിടക ചികിത്സ എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിന്റെ സസ്യ സമ്പത്ത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ വളരെ റിച്ച് ആണ്. അപ്പോൾ നമ്മുടെ പൂർവികർ ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഒരു സിസ്റ്റം ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചതാണ്. കർക്കിടക മാസം നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിനുള്ള മാസമാണെന്ന്, അല്ലാതെ മറ്റെല്ലാ മാസവും ആരോഗ്യം വേണ്ട എന്നല്ല. അപ്പോൾ ഒരു മാസം കുറച്ച് ദിവസം നമ്മൾ ഹെൽത്തിന് വേണ്ടി മാറ്റി വെക്കുന്നു, അത്രയേ ഉള്ളൂ. ഇനി എന്താണ് കർക്കിടക ചികിത്സ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് അറിയോ? ആയുർവേദത്തില് ഏറ്റവും പ്രധാനമായിട്ട് ഒരു മനുഷ്യന് വേണമെന്ന് പറയുന്നത് ഗട്ട് ഹെൽത്ത് ആണ്, അതായത് ഡൈജസ്റ്റീവ് ഹെൽത്ത്. അഗ്നി എന്നാണ് ഈ ഡൈജസ്റ്റീവ് ഫയറിനെ ആയുർവേദം പറയുന്നത്. ഈ അഗ്നി പ്രൊട്ടക്ട് ചെയ്യുക, അതിനെ ഹെൽത്തി ആക്കി വെക്കുക എന്ന ഫംഗ്ഷനാണ് നമ്മൾ കർക്കിടക ചികിത്സ കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിന് ഹെൽപ്പ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കർക്കിടക ചികിത്സയിൽ തന്നെ വരും. അതിന്റെ ഭാഗമാണ് നമ്മൾ മരുന്ന് കഞ്ഞി കുടിക്കുന്നത്, മറ്റു മരുന്നുകൾ കഴിക്കുന്നത് ഒക്കെ. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ആഹാരക്രമം, നമ്മുടെ ജീവിതക്രമം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, മരുന്നുകൾ എല്ലാം തന്നെ.